കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ച 4 മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും. സാജൻ ജോർജ്, ലൂക്കോ സാബു, അനീഷ് കുമാർ, ആകാശ് നായർ എന്നിവർക്ക് വിട നൽകാൻ ജന്മനാട്. അതേസമയം പരിക്കേറ്റ് ചികിത്സയിലുള്ളവർ അപകടനില തരണം ചെയ്തു. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച 4 മലയാളികളുടെ മൃതദേഹമാണ് ഇന്ന് സംസ്കരിക്കുക. എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൃന്ദ, ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് കൊല്ലം സ്വദേശിയായ സാജൻ ജോർജിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റ് 4 പേരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. ഒന്ന് പത്തനംതിട്ട പന്തളം സ്വദേശിയായ ആകാശ് ശശിധരൻ, കൊല്ലം സ്വദേശികളായ ലൂക്കോസ് സാബു, സാജൻ ജോർജ്, അതുപോലെ കണ്ണൂർ കുറുവ സ്വദേശിയായ അനീഷ് കുമാർ. ഇതിൽ അനീഷിൻ്റെയും ലൂക്കോസിൻ്റെയും മൃതദേഹങ്ങൾ രാവിലെ 8 മണിയോടുകൂടി തന്നെ മോർച്ചറിയിൽ നിന്ന് മാറ്റി വീടുകളിലേക്ക് എത്തിച്ചിരുന്നു. ആകാശിൻ്റെയും സാജൻ്റെയും മൃതദേഹങ്ങളാണ് എത്തിക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. അതിലിപ്പോൾ സാജൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. 29കാരനായ സാജൻ നാട്ടിലൊരു സ്വകാര്യ സ്ഥാപനത്തിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി ജോലി ചെയ്യവെയാണ് കുവൈറ്റിലേക്കുള്ള ജോലിയുടെ ഓഫർ വരുന്നത്. ഏതാണ്ട് ഒരു മാസം 1.5 മാസത്തോളം മാത്രമാണ് സാജൻ കുവൈറ്റിൽ ജോലി ചെയ്തിട്ടുള്ളത്. അടൂർ ഒരു സ്വകാര്യ കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലി ചെയ്തുകൊണ്ടിരിക്കവേ കുവൈറ്റിലേക്ക് പോവുകയും അവിടെ നിന്ന് ജൂൺ 5-ാം തീയതി തനിക്ക് ലഭിച്ച ആദ്യ ശമ്പളം നാട്ടിലേക്ക് അയച്ചു കൊടുത്ത പിതാവിനെ വിളിച്ച് താൻ ശമ്പളം അയച്ചിട്ടുണ്ടെന്നും വീട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾക്കുമെല്ലാം ഇതിൻ്റെ സന്തോഷം അറിയിക്കണമെന്നും എല്ലാം ആവശ്യപ്പെട്ടതിന് ശേഷം കേവലം ദിവസങ്ങൾ മാത്രം കഴിയവെയാണ് സാജൻ ഈ ദുരന്തത്തിൽ മരിക്കുന്നത്. മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരമാണ് സാജൻ കുവൈറ്റിലേക്ക് പോകുന്നത്. സാജന് നാട്ടിൽ തന്നെ തുടരാനായിരുന്നു ആഗ്രഹം. അതും അധ്യാപന വൃത്തി ഏറെ ഇഷ്ടമായിരുന്നു ഈ MTech ബിരുദധാരിയായ സാജന്. പഠനത്തിലും ബഹുദൂരം മുന്നിലായിരുന്നു സാജൻ. MTech ബിരുദമെടുത്ത ശേഷം അധ്യാപകനായി തന്നെ തുടരണമെന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഈ ചില സാമ്പത്തിക ബാധ്യതകളും കുടുംബപരമായി ചില ബാധ്യതകളും തീർക്കാനുള്ളതിനാലാണ് മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം സാജൻ കുവൈറ്റിലേക്ക് പോകുന്നത്. എങ്ങനെയെങ്കിലും 1 വർഷം 1.5 വർഷമെങ്കിലും കുവൈറ്റിൽ നിന്ന ശേഷം തിരിച്ച് നാട്ടിലേക്ക് വരികയും അധ്യാപന വൃത്തിയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യണം എന്നായിരുന്നു ഇദ്ദേഹം കരുതിയിരുന്നത്. ഈ മോഹങ്ങളെല്ലാം ബാക്കി വെച്ചുകൊണ്ടാണ് സാജൻ ഇപ്പോൾ യാത്രയായിരിക്കുന്നത്. ഇപ്പോൾ മോർച്ചറിയിൽ നിന്നും സാജൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി വീട്ടിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. ഈ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം 1 മണിയോടുകൂടി അല്ലെങ്കിൽ 1 മണിക്ക് ശേഷം നരിക്കൽ പള്ളിയിലെ സെമിത്തേരിയിലാണ് ഇദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. നിലവിൽ മതപരമായ ചടങ്ങുകളും മറ്റും നടത്തേണ്ടതുണ്ട്. അന്ത്യശുശ്രൂഷയും സംസ്കാര കർമ്മങ്ങളും എല്ലാം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് പൊതുദർശനത്തിന് ശേഷം നരിക്കൽ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം സംസ്കാരം നടത്തുകയും ചെയ്യും. അതുപോലെ അനീഷ് കുമാറിൻ്റെ മൃതദേഹവും ഇപ്പോൾ വീട്ടിൽ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഇപ്പോൾ അനീഷ് കുമാറിൻ്റെ മൃതദേഹം വീട്ടിൽ നിന്ന് പയ്യാമ്പലത്തേക്ക് കൊണ്ടുപോകും. ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് അനീഷിൻ്റെ മൃതദേഹം വീട്ടുകാർക്ക് കാണാനായി വീട്ടിലേക്ക് എത്തിച്ചത്. 10 മണി വരെ പൊതുദർശനം കുറുവയിലുള്ള അനീഷിൻ്റെ വീടിനടുത്ത് നിന്ന് കുറച്ച് മാറിയുള്ള കുറുവ ബാങ്കിന് മുന്നിലായിരുന്നു പൊതുദർശനം ഉണ്ടായിരുന്നത്. നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കുമെല്ലാം അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കുറുവ ബാങ്കിന് മുന്നിലായിരുന്നു പൊതുദർശനം സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ പൊതുദർശനം പൂർത്തിയായ ശേഷം 8 മണി മുതൽ 10 മണി വരെയായിരുന്നു പൊതുദർശനം. അവിടെ പൊതുദർശനം പൂർത്തിയായ ശേഷം ഏതാണ്ട് 10 മണിയോടുകൂടി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. വീട്ടിൽ കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയൻ അടക്കമുള്ളവർ വീട്ടിലെത്തി ഇദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. കളക്ടറുടെ സന്ദർശനത്തിന് ശേഷം ഇപ്പോൾ 11 മണിയോടുകൂടി പയ്യാമ്പലത്തേക്ക് യാത്ര തിരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ അനീഷിൻ്റെ മൃതദേഹം പയ്യാമ്പലത്തേക്ക് കൊണ്ടുപോവുകയാണ്. പയ്യാമ്പലത്തെത്തിയതിനു ശേഷം 12 മണിക്കായിരിക്കും അനീഷിൻ്റെ സംസ്കാരം നടക്കുക. അനീഷിൻ്റെ സംസ്കാരം ഇന്നലെ തന്നെ നടത്തണമെന്നായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ മൃതദേഹം കണ്ണൂർ വരെ എത്തേണ്ടതുള്ളത് കൊണ്ട് മൃതദേഹം എത്തുമ്പോഴത്തേക്കും സമയം വൈകുമെന്നതിനാൽ അത്ര വൈകി അല്ലെങ്കിൽ നേരം ഇരുട്ടിയതിനു ശേഷം പയ്യാമ്പലത്തെ സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നത് പ്രായോഗികമല്ലാത്തതിനാൽ സംസ്കാരം ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഏതാണ്ട് 20-ലധികം വർഷമായി അനീഷ് കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ്. ഇപ്പോൾ തിരിച്ച് വന്ന് നാട്ടിൽ
നാട്ടിൽ തന്നെ കൂടാൻ തീരുമാനിച്ചിരിക്കവെയാണ് അനീഷിൻ്റെ ഈ ഒരു മരണവാർത്ത വീട്ടിലെത്തുന്നത്. അനീഷ് കുവൈറ്റിൽ ജോലി ചെയ്തിരുന്നത് ആദ്യം മറ്റൊരിടത്താണ് ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഈ പുതിയ ജോലി സ്ഥലത്തേക്ക് മാറിയിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല. ഏതാണ്ട് 5 ദിവസം മുൻപാണ് അനീഷ് ഇപ്പോൾ ഈ അപകടമുണ്ടായ സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നത്. പുതിയ താമസ സ്ഥലത്തെക്കുറിച്ചും പുതിയ ജോലി സ്ഥലത്തെക്കുറിച്ചെല്ലാമുള്ള വിവരങ്ങൾ വീട്ടിലേക്ക് പങ്കുവെക്കുകയും ഫ്ലാറ്റിൻ്റെ വിവരങ്ങൾ ഇത്ര നിലയിലാണ്, ഒരുപാട് മുറികളുണ്ട് എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും വീട്ടിലേക്ക് വിളിച്ചറിയിച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അവിടെ ഉണ്ടായ അപകടം അനീഷിനെ കവർന്നെടുത്തിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കൊല്ലം സ്വദേശി ലൂക്കോസ് സാബുവിൻ്റെ പൊതുദർശനം ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. ലൂക്കോസിൻ്റെ മൃതദേഹം ഇപ്പോൾ IPC പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ 8 മണിയാകുമ്പോഴേക്കും തന്നെ ലൂക്കോസിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. അവിടെ വീട്ടുകാരും നാട്ടുകാരും അടക്കം നിരവധി പേർ ലൂക്കോസിനെ അവസാനമായി കാണാനെത്തിയിരുന്നു. ഈ മരണങ്ങളിൽ ഏറ്റവും ഹൃദയഭേദകമായ കാഴ്ചകളിലൊന്നായിരുന്നു ലൂക്കോസിൻ്റെ മകളുടെ കാഴ്ച. ഏതാണ്ട് 8 മണിക്ക് മൃതദേഹം എത്തിച്ചപ്പോൾ മുതൽ ഈ മകളുടെ കരച്ചിലുകൾ അവിടെയുള്ള എല്ലാവരെയും തന്നെ ദുഃഖത്തിലാഴ്ത്തുകയായിരുന്നു. ഏതാണ്ട് ഭവനത്തിലെ ശുശ്രൂഷ ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി IPC പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണിപ്പോൾ ലൂക്കോസിൻ്റെ മൃതദേഹം. 12 മണിക്കാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ലൂക്കോസ് ജൂലൈയിൽ നാട്ടിലേക്ക് വരാനായി ജൂലൈയിൽ ടിക്കറ്റ് എടുത്ത് തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. മകൾക്ക് ഉന്നത വിജയം നേടിയ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മകൾക്ക് സമ്മാനമായി നൽകാൻ ഒരു മൊബൈൽ ഫോണെല്ലാം വാങ്ങി നഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിച്ച മകളെ പുതിയ കോളേജിലേക്ക് അഡ്മിഷൻ്റെ ആവശ്യങ്ങൾക്കായി പുതിയ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ജൂലൈയിൽ വരാൻ ഇരിക്കുകയായിരുന്നു ലൂക്കോസ്. ഇത്തരത്തിൽ അച്ഛനൊപ്പം പുതിയ കോളേജ്, പുതിയ ജീവിതം എന്നിങ്ങനെ സ്വപ്നങ്ങളുമായി പ്രതീക്ഷകളുമായി ഇരുന്ന മകളുടെ അടുത്തേക്കാണ് ലൂക്കോസ് ഇങ്ങനെ ചേതനയറ്റ ഒരു ശരീരമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ കാഴ്ച എന്ന് പറയുന്നത് വളരെയധികം ഹൃദയഭേദകമായിരുന്നു. പത്തനംതിട്ട പന്തളം സ്വദേശിയായ ആകാശിൻ്റെ മൃതദേഹമാണ് ഇനി വീട്ടിലെത്തിക്കാൻ ബാക്കിയുള്ളത്. മറ്റ് 3 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ വീട്ടിലെത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആകാശിൻ്റെ മൃതദേഹം 11 മണിക്ക് ശേഷമായിരിക്കും വീട്ടിലേക്ക് കൊണ്ടുവരികയുള്ളൂ എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ഏതാണ്ട് 2 മണിയോടെയാണ് ആകാശിൻ്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. ആകാശിൻ്റെ വീട്ടുവളപ്പിൽ തന്നെ ഒരുക്കുന്ന ചിതയിലായിരിക്കും സംസ്കാരം നടക്കുക. അതുകൊണ്ട് തന്നെ ഈ സംസ്കാരം വൈകുന്നത് കൊണ്ടാണ്, മൃതദേഹം പൊതുദർശനത്തിന് വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലായതുകൊണ്ടാണ് വീട്ടിലെത്തിക്കാനും വൈകുന്നത്. അപകടത്തിൽ പരിക്കേറ്റവരിൽ ഒരുപക്ഷെ കൂടുതൽ പരിക്കേറ്റതിനാലും മറ്റും മൃതദേഹം ഒരുപാട് സമയം പൊതുദർശനത്തിനും മറ്റും വെക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ സംസ്കാരത്തിന് കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ സംസ്കാരത്തിന് 1-2 മണിക്കൂറുകൾ മുൻപ് മാത്രമേ ആകാശിൻ്റെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് മാറ്റാൻ കഴിയുകയുള്ളൂ. നിലവിൽ മൊബൈൽ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും വീട്ടിലേക്ക് എത്തിച്ച പൊതുദർശനത്തിന് വയ്ക്കുന്നതിൽ ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടില്ല. എന്നാൽ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ അടക്കമുള്ളവർ ഇപ്പോൾ ആകാശിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആകാശിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ജോർജ് കുര്യൻ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ 11:30 ആകാശിൻ്റെ മൃതദേഹം എത്തിച്ചേരും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആകാശിനേക്ക് നാട്ടിൽ മരിച്ച 4 മലയാളികളുടെ മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിക്കുന്നത്.